മലയാളത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു മാധ്യമം ഇത്ര കണ്ട് അധപ്പതിക്കരുതെന്ന വിമർശനങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ മുഴുവനും. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കേരളത്തിൽ ഉണ്ടാക്കിയ കോളിളക്കത്തിനും ജയിൽവാസത്തിനും ജാമ്യത്തിനും ശേഷം പൊതുസമൂഹത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. അങ്ങനെ പുറത്തിറങ്ങാതിരുന്ന രാഹുൽ കഴിഞ്ഞ ദിവസം 24 ന്യൂസിന് കൊടുത്ത അഭിമുഖമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വെള്ള പൂശാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയവർ നിരവധിയാണ്. സ്വന്തം പാർട്ടിക്കകത്തെ വനിതകൾ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. നേരത്തെയും രാഹുലിന്റെ പക്ഷം പിടിച്ചവരും രാഹുലിനെ തള്ളി പറഞ്ഞവരും ധാരാളമുണ്ട്. എന്നാൽ ഇപ്പോൾ 24 ന്യൂസിനെയും അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിമിനെയും വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് KPCC സാംസ്കാരിക സമിതി ജനറൽ സെക്രട്ടറി MA ഷഹനാസ് ആണ്. രാഹുൽ കോഴിയാണെന്ന് പണ്ടേ അറിയാമെന്നും ഹേമ കമ്മീഷൻ പോലൊരു കമ്മീഷൻ വെച്ച് കോൺഗ്രസിലെ വനിതകളുടെയും രാഹുലിന്റെയും ഫോൺ പരിശോധിച്ചാൽ അത് വ്യക്തമാകുമെന്നും MA ഷഹനാസ് തുറന്നു പറഞ്ഞു. 24 ന്യൂസ് ചാനലിനോട് പുച്ഛം തോന്നുകയാണെന്നും രാഹുൽ ഉയർത്തിയ കാര്യങ്ങളിൽ മുഖത്തു നോക്കി മറുപടി പറയാനുള്ള ആർജവം തനിക്കുണ്ടെന്നുമാണ് ഷഹനാസ് പറയുന്നത്. ചാനലിൽ ഇരുന്നത് പോലെ തനിക്ക് മുൻപിൽ വന്നിരിക്കാൻ രാഹുലിന് ധൈര്യമുണ്ടോ എന്ന് വെല്ലുവിളിച്ച ഷഹനാസ് വീട്ടിൽ പോയി രാഹുലിനെ ചോദ്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളയാളാണ് താനെന്നും പറഞ്ഞു. അതിനിടയിൽ മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മ ഫേസ്ബുക്കിൽ കുറിച്ച കുറച്ച് ചോദ്യങ്ങളും സഹപ്രവർത്തകനായിരുന്ന ഹാഷ്മിയെ ഓർമ്മപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങളുമാണ് ഏറെ ശ്രദ്ധേയമാകുന്നത്. ലക്ഷ്മിയുടെ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ 24 മാധ്യമപ്രവർത്തകൻ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിക്കാതെ പോയ ചില ചോദ്യങ്ങൾ, സമാഹരിക്കാതെ പോയ തെളിവുകൾ. 1. മൂന്നാമത്തെ പരാതിക്കാരിയിൽ നിന്നും സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചില്ല എങ്കിൽ അവർ നടത്തിയിരിക്കുന്ന ബാങ്ക് ട്രാൻസ്ഫറുകളുടെയും ഓൺലൈൻ പർച്ചേസുകളും കൊറിയർ ഡീറ്റെയിലുകളും എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരിലേക്കാകുന്നത്? കോടതി സമക്ഷമുള്ള തെളിവുകളാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അതിജീവിതയ്ക്കെതിരെ ദുർബലമായ വാദമുഖങ്ങൾ ഉയർത്താൻ ഒരു മടിയും കാണിക്കാത്ത രാഹുൽ എന്തുകൊണ്ടാണ് ഗർഭചിത്രം അടക്കമുള്ള ഗുരുതര പരാതികളെ കുറിച്ച് മിണ്ടാത്തത്? തനിക്ക് ഉത്തരമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവയെല്ലാം കോടതിയുടെ പരിഗണനയിൽ അല്ലേ എന്ന് ഉരുളുന്ന രാഹുൽ കോടതിയുടെ പരിഗണനയിൽ തെളിവുകളായിരിക്കുന്ന ചാറ്റുകളെ പറ്റി തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെ? പാലക്കാടുകാരിയല്ലാത്ത മൂന്നാം പരാതിക്കാരിയെ എന്തിന് രാഹുൽ ഫ്ളാറ്റ് വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിൽടെക് ഗ്രൂപ്പുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തണം? തുടങ്ങി നിരവധി ചോദ്യങ്ങളുമായാണ് ലക്ഷ്മി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. പരാതിയുമായി എത്തിയവരും അല്ലാത്തവരുമായ അതിജീവിതകൾ സൈബർ ഇടങ്ങളിലും അല്ലാതെയും നേരിടുന്ന ആക്രമണങ്ങൾ നേരിട്ടറിയാവുന്ന ഹാഷ്മി അവരെയൊക്കെ മരണക്കയത്തിലേക്ക് പോകാതെ പിടിച്ചു നിർത്തുന്നതിന്റെ അധ്വാനം കുറെയൊക്കെ മനസ്സിലാക്കിയ ഹാഷ്മി അവരുടെ എല്ലാം ചങ്ക് തകരുമെന്ന് നല്ല ഉറപ്പുണ്ടായിട്ടും ഇങ്ങനെയൊരു വേട്ടക്കാരന് സ്പേസ് ഒരുക്കും മുൻപ് മിനിമം ഹോംവർക്ക് ചെയ്യണമായിരുന്നു. ശ്വാസമെടുക്കാതെ നിങ്ങൾ നടത്തുന്ന ധാർമ്മിക പ്രസംഗങ്ങളിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുറിവേറ്റ ഈ മനുഷ്യരെ കൂടി ഒന്ന് കേൾക്കണമായിരുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ സൈബർ ഇടങ്ങളിൽ രാഹുലിന് വേണ്ടി കുരയ്ക്കുന്ന വെട്ടുകിളികളല്ലാതെ മനസാക്ഷിയുള്ള പലരും ഈ അഭിമുഖത്തിൽ ഹാഷ്മി രാഹുലിനെ വെള്ളപൂശുക മാത്രമാണ് ചെയ്യുന്നതെന്ന നിലപാടുമായാണ് നിൽക്കുന്നത്. മാങ്കൂട്ടത്തിലുമായുള്ള അഭിമുഖത്തിന് ശേഷം ഹാഷ്മിയെ വിമർശിച്ചുകൊണ്ട് നിരവധി ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. TRP റേറ്റിംഗ് കുത്തനെ കുതിക്കുമെന്ന ഒറ്റ കാരണം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിളിച്ച് അഭിമുഖം നടത്തിയതാണ് ശ്രീകണ്ഠൻ നായരും ഹാഷ്മിയും ചെയ്തതെന്നാണ് ആരോപണം. ഇത്രയുമൊക്കെ വിമർശനങ്ങൾ ഉയർന്നിട്ടും യാതൊരു കൂസലുമില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യുടെ തൊലിക്കട്ടിയെ കുറിച്ച് പറയാനും ആളുകളുണ്ട്.